യെസ്. അപ്പൊ നന്നായി പഠിക്കുക, കഷ്ടപ്പെടുക, പടച്ചവൻ എവിടെയെങ്കിലൊക്കെ എത്തിക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നത് മോഡേൺ അറബി സാഹിത്യത്തിന്റെ ഷിഅർ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ വളരെ പ്രധാനപ്പെട്ട, ഇങ്ങനെ ആരും ചർച്ച ചെയ്യാത്ത, കൂടുതൽ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് മോഡേൺ പ്രോസ് എന്ന് പറയുന്നത്. അതിനകത്ത് റിവായ വരാറുണ്ട്, കിസ്സ കസീറ വരാറുണ്ട്, മസ്രഹിയ വരാറുണ്ട്, അങ്ങനെയൊക്കെ വരാറുണ്ട്. മദാരിസുനൊക്കെ ഇതൊക്കെ വരാം. നമ്മൾ ഇന്ന് പ്രധാനമായി ചർച്ച ചെയ്യുന്നത് കിസ്സ കസീറോ റിവായോ മസ്രഹിയോ അല്ലെങ്കിൽ മദാരിസുനൊക്കെ ഒന്നുമല്ല. അത് ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ച അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന, നല്ലപോലെ അറിയാവുന്ന ഭാഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്തിട്ട്, നിങ്ങളാരും പലതും കേൾക്കാത്ത, കേട്ടിട്ട് എന്തൊക്കെയോ ഇങ്ങനെ എവിടെയൊക്കെയോ ചോദ്യങ്ങളിൽ കണ്ടിട്ടുള്ള, എന്താണെന്ന് അറിയാൻ ആകാംക്ഷയുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലതിനും ആൻസർ ചെയ്തു കൊള്ളണമെന്നുണ്ടാവൂല, എന്നാൽ പലതും ആൻസർ ചെയ്യും താനും. അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്താ ചെയ്യാ, തെറ്റിയാലും കുഴപ്പമില്ല, നമ്മൾ തെറ്റി എന്ത് ചെയ്യും, നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാണ് ഇതിലൂടെ. അപ്പൊ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം അല്ലെ. നമ്മളെപ്പോഴും ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? എന്തിനാ നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അധ്യാപകരല്ലേ. ഒരു കുട്ടി നിങ്ങളോട് ഒന്നിച്ച് പറയാണ്, സാറ് പറയാറുണ്ടല്ലോ നിങ്ങൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കണം. എന്തിനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? നമ്മള് നല്ല അറിവന്വേഷകരാകാനാണ്. നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തുമ്പോഴത്തേക്കുമാണ് ഒരു വിജ്ഞാനം പൂർത്തിയാവുക. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കും. അതാണ് അതിന്റെ ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങുക. അവിടെ നിന്നും വീണ്ടും ഒരു ചോദ്യം ചോദിക്കും. അതാണ് നമ്മളെ അഗ്രഗണ്യരാക്കുക. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, വളരെ പ്രാഗൽഭ്യം നിറഞ്ഞിട്ടുള്ള, ഈ ഗവേഷണ രംഗത്തൊക്കെ വളരെ വലിയ മികവ് തെളിയിച്ചിട്ടുള്ള വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചെറിയ ചോദ്യമാണ് അവനെ പല കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം അവന്റെ മനസ്സിൽ വീണ്ടും ഒരു ചെറിയൊരു ചോദ്യം ഉണ്ടാവും. അത് വീണ്ടും അവൻ കണ്ടെത്താൻ ശ്രമിക്കും. ചില ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറെ വർഷങ്ങളായിട്ട് പഠിച്ചിട്ടും തീരാത്ത കുറെ ആൾക്കാർ. അവരൊന്നും അവരുടെ നോളജ് കിട്ടാനിട്ടല്ല, മറിച്ച് അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല എന്നുള്ള, അവർ വീണ്ടും തങ്ങളുടെ ചോദ്യങ്ങളെ വലുതാക്കി കൊണ്ടിരിക്കുക. ഒരു അറിവന്വേഷിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക. ഇവയെ നമ്മുടെ ഇവിടത്തെ ചോദ്യം ഇതാണ്: റത്തിബി അൽ ഉദബഅൽ മദ്കൂരീന അദ്നാഹു വിഫ്കൻ ലിതവാരീഖി മീലാദി മഅ ഇസ്തിഖ്ദാം ശുഫറ താലിയ. താരതമ്യത്തിലിരിക്കുന്ന ആൾക്കാരെ അവിടെ ജനന ഓർഡർ അനുസരിച്ച് എന്ത് ചെയ്യുക, ഒന്ന് ക്രമീകരിക്കുക എന്നുള്ള. മുസ്തഫ സ്വാദിഖ് റാഫിയ, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, നജീബ് മഹ്ഫൂദ്, തൗഫീഖുൽ ഹക്കീം. എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? പെട്ടെന്ന് ആൻസർ ചെയ്യും. ഞാൻ ആരും ആൻസർ ചെയ്യുന്ന കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നമുക്ക് ഉത്തരം നോക്കാം അല്ലെ. നമുക്ക് ഉത്തരം നോക്കാം. എങ്ങനെയാണ്? ഒന്നാണ് ശരിയായ വരാം. അതായത് മുസ്തഫ സ്വാദിഖ് റാഫിഈ, മുസ്തഫ സ്വാദിഖ് റാഫിഈ, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, തൗഫീഖുൽ ഹക്കീം, നജീബ് മഹ്ഫൂദ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? മുസ്തഫ സ്വാദിഖ് റാഫിഈ എപ്പോഴാണ് ജനിക്കുന്നത്? 1880 ജനിക്കുന്നത്. മരണപ്പെടുന്നതാവട്ടെ 1937. മുഹമ്മദ് ഹുസൈൻ ഹൈക്കല് 1888 ജനിച്ചു, 1956 മരിച്ചു. തൗഫീഖുൽ ഹക്കീം എപ്പോഴാ ജനിക്കുന്നത്? ഏത് വർഷം ജനിക്കുന്നത്? ഇതിന്റെ ജനന വർഷത്തെ പറ്റി രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 1898 1902 അഭിപ്രായമുണ്ട് തൗഫീഖുൽ ഹക്കീമിന്റെ ജനന വിഷയത്തെ പറ്റി. അദ്ദേഹം മരിക്കുന്നത് ഏത് വർഷമാണ്? 1987. 87 ആര് മരിക്കുന്നത്? തൗഫീഖുൽ ഹക്കീം മരിക്കുന്നത്. നജീബ് മഹ്ഫൂദ് ഏത് വർഷമാണ് ജനിക്കുന്നത്? 1911 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് 2006.
ക്ലിയർ ആയോ? ഓക്കെ. 1914 ജനിക്കുന്ന 2 പ്രശസ്തരായ എഴുത്തുകാരുണ്ട്. ആരൊക്കെയെന്നറിയോ? 2 പ്രശസ്തരായ എഴുത്തുകാരുണ്ട് 1914 ജനിക്കുന്ന പ്രധാനപ്പെട്ട. അബ്ദുൽ ഹൈ ഹസനി. ഓക്കെ, അബ്ദുൽ ഹൈ ഹസനി ജനിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ആരൊക്കെ 1914 ജനിക്കുന്ന 2 പേര്? മറ്റു 2 പേരുണ്ട്. ഞാൻ മറ്റു 2 പേരെ ഉദ്ദേശിച്ചത്. ഒന്ന് ഹന്ന ഫാഹുലിയും മറ്റൊരാള് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനിയുമാണ്. ആരൊക്കെയാണ്? ഹന്ന ഫാഹുലിയും മറ്റൊരാള് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനിയുമാണ്. ഇവർ 2 പേരും പ്രധാനികളായിട്ടുള്ള എഴുത്തുകാരാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് വഴിയെ പക്കല. ഇപ്പം 1880, 1937, 1888, 56, 98, 87, 11, 2006 ഇങ്ങനെയാണ്. നെപ്പോളിയൻ മിസറ്റ് നമുക്കറിയാം 1258 അഥവാ 656 ഹിജ്റയിലാണ് എന്ത് ചെയ്യുന്നത്? തത്താരികളുടെ കരങ്ങളാൽ ബഗ്ദാദ് ആക്രമിക്കപ്പെടുകയും ഇസ്ലാമിക ഭരണകൂടം ബഗ്ദാദോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറെ കാലഘട്ടം എന്താണ്? ഒരു അരക്ഷിതാവസ്ഥ നിലനിന്നിരുന്നു. അറബികൾക്കിടയിൽ അരക്ഷിതാവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ പിന്നീട് നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചമായിട്ട് കുറച്ച് ഫ്രഞ്ച് പടയോട്ടം നടക്കുന്നുണ്ട്. അപ്പൊ ഫ്രഞ്ച് നായകനായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ച് പടയോട്ടക്കാരുടെയൊക്കെ നേതാവായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈജിപ്ത് ആക്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാ? ഈജിപ്തുകാരെന്ന് പറയുന്നത് സംസ്കാരം കുറച്ച് നല്ല ഉള്ള ആൾക്കാരാണെങ്കിലും അവരുടെ ഇപ്പോഴത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവരെ അടിമത്തത്തിലാക്കി നമുക്ക് ഭരിച്ച് അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും കൊള്ള ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു അവർ ആദ്യം വന്നിരുന്നത്. അങ്ങനെ ഈജിപ്തിനെ അവർ ഭരിക്കുന്ന കാലഘട്ടം ഏത് എന്നുള്ളതാണ് അവര് ആക്രമിച്ച് കീഴടക്കുന്ന കാലഘട്ടം 1798 1798 നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്യുന്നത്? ഫ്രഞ്ച് സൈനികനായിട്ടുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്ത് ആക്രമിക്കുന്നത്. അദ്ദേഹം എത്ര കാലഘട്ടം അവിടെ ഭരണം തുടർന്നു അറിയോ നിങ്ങൾക്ക്? ഏത് കാലഘട്ടം വരെ അവിടെ ഉണ്ടായിരുന്നു അറിയോ? 1798 മുതൽ ഏത് കാലഘട്ടം വരെ അദ്ദേഹം അവിടെ എന്തായിരുന്നു അധിനിവേശം നടത്തിയിരുന്നു അറിയോ? എനി ഗസ്? നിങ്ങൾ തെറ്റിക്കോട്ടെ, നിങ്ങളൊന്ന് കമന്റ് ചെയ്തോ. 1801 1810 അല്ല, 1801 വരെ ഏകദേശം 3 വർഷമേ അവിടെ നിന്നോളാം. പക്ഷെ 3 വർഷം കൊണ്ട് അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈജിപ്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ലൈസമിൻ അവാമിൽ അന്നഹ്ലത്തുൽ അസ്സഖാഫിയത്തുൽ അറബിയ ഫിൽ അസ്റുൽ ഹദീസ്. ആധുനിക കാലഘട്ടത്തിലെ അറബ് സംസ്കാരത്തിന്റെ നവോത്ഥാനം, അറബ് സാംസ്കാരിക നവോത്ഥാനത്തിന്റെ അവാമിൽ അഥവാ എലമെന്റുകളിൽ പെടാത്തത് ഇഹിയ തുറാസ് അൽ അറബി, അതായത് അറബ് പൈതൃകങ്ങളെ എന്ത് ചെയ്യുക? പുനരുജ്ജീവിപ്പിക്കുക. ഇപ്പം അബ്ബാസിയ കാലഘട്ടത്തും അമവിയ കാലഘട്ടത്തും ജാഹിലിയ കാലഘട്ടത്തിലുമൊക്കെ ഉണ്ടായിരുന്ന അറബികളുടെ ആ ഒരു സംസ്കാര ചൈതന്യത്തെ എന്ത് ചെയ്യുക? തിരികെ കൊണ്ടുവരിക. ഞാൻ പറഞ്ഞു 1258 തത്താരികൾ ബഗ്ദാദ് ആക്രമിക്കുന്നതോടുകൂടി അവരുടെ സാംസ്കാരികമായിട്ടും സാഹിത്യപരമായിട്ടുമുള്ള രംഗങ്ങൾ അവർ വളരെയധികം പിന്നോക്കം പോകുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നുമൊക്കെ ഒരു പുനരുജ്ജീവനം കൊണ്ടുവരിക. അതേപോലെ തന്നെ പണ്ട് കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ എന്ത് ചെയ്യുക? റീപ്രിന്റ് ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി മവാഖിഫുൽ ഉസ്മാനികളുടെ നിലപാടുകൾ എന്നുള്ളതാണ്. ഇത് ഉസ്മാനികൾ എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം. അപ്പം ഓട്ടോമൻ സാമ്രാജ്യം വളരെ വലിയ പുഷ്പിച്ചു നിന്നൊരു കാലഘട്ടം. അപ്പം അവര് ഒന്ന് ശോഷിച്ച സമയത്താണ് ഇവര് കയറി പെട്ടെന്ന് ഫ്രഞ്ചുകാരൊക്കെ അധിനിവേശം നടത്തുന്നത്. അപ്പൊ ആ നിലപാടുകളാണ് ഇവരുടെയൊക്കെ നിലപാട് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. 1924 കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഉസ്മാനികള് ശോഷിക്കുന്നത്, ലോകത്തുനിന്ന് തന്നെ ശോഷിക്കുന്നത്. അപ്പൊ അവര് ഈ പറയുന്ന ബ്രിട്ടനോടൊപ്പം ബ്രിട്ടനെ സഹായിക്കുകയും അതേ തുടർന്ന് ബ്രിട്ടൻ സഹായം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് നൈസായിട്ട് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരെ ആക്രമിക്കുകയും അതിലൂടെയാണ് സൈസ്പെയ്ക്കിറ്റോ കരാറും ഒക്കെ വരികയും പിന്നീട് പതിയെ 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 ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു രാജ്യമായി അവർ അത് രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊരു മോഡേൺ നമ്മുടെ
ജനറൽ നോളജിന്റെ ക്ലാസ്സിൽ ആ ചരിത്രം നമുക്ക് വളരെ വിശദീകരിച്ച് തന്നെ പറയാം. ഇൻഷാ അല്ലാഹ് ശ്രമിക്കാം. ഇനി പിന്നെ ഒരു കാര്യമാണ് ലിസ്തിഷ്റാഖ്, ഓറിയന്റലിസം എന്ന് പറയും. ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിറാസത്തി ഉലമാ ശർഖാനിൽ അറബാണ്. അതായത് പാശ്ചാത്യരായിട്ടുള്ള അറബികൾ എന്ത് ചെയ്യുന്നുണ്ട്? പാശ്ചാത്യരായിട്ടുള്ള വൈദേശികരായിട്ടുള്ള ഗവേഷകര് അറബികളെ കുറിച്ച് പഠിക്കുകയും അവരെ കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കുന്നത് നമ്മൾ ഓറിയന്റലിസം എന്ന് പറയാം. പിന്നെന്താണ്? അറബികളും പാശ്ചാത്യരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇത്തിസാല ബിൽ ഖർബ്, പാശ്ചാത്യരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതിന്റെ അകത്ത് സാംസ്കാരിക നവോത്ഥാനത്തിൽ പെടാത്തത് ഏതാണ്? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മവാഖിഫുൽ ഉസ്മാനികളുടെ നിലപാടുകളാണ്. അപ്പൊ നമ്മള് അന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞ അവാമിൽ നഹ്ദയെ കുറെ പറയുന്നത്, ഒന്ന് ഫ്രഞ്ച് അധിനിവേശം തന്നെയാണ്. അതിനുശേഷം ഫ്രഞ്ചുകാർ പോയതിനു ശേഷം മുഹമ്മദ് അലി ബാഷി എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം കുറെ കാലം ഭരണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നത് അറിയോ? അദ്ദേഹത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നത് ചരിത്രത്തില്? കേരള യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ള ആരുല്ലേ? ബാനി മിസ്ർ അൽ ഹദീസ എന്നാണ്. അതായത് പുതിയ ഈജിപ്ഷ്യന്റെ എന്താണ് നിർമ്മിതാവ് എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ബാനി മിസ്റുൽ ഹദീസ എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത്. നവോത്ഥാന ഈജിപ്തിന്റെ നിർമ്മാതാവ് എന്നാണ് അദ്ദേഹത്തെ പറയപ്പെടാറുള്ളത്. അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് വൈജ്ഞാനിക പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജാമിയൽ മിസ്രി, ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റി ഒക്കെ സ്ഥാപിക്കുന്ന ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ബൈസാത്തുൽ എൽമിയ, ഒരുപാട് ഗവേഷക സംഘങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? അറബികളായിട്ടുള്ള ഗവേഷക സംഘങ്ങളെ ഇദ്ദേഹം എവിടെയൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്? യൂറോപ്യൻ കൺട്രീസിലേക്ക് പറഞ്ഞേക്കുകയും അവിടെ നിന്നും അവര് ലോയിലും മെഡിസിനിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചു വരികയും അവരെന്ത് ചെയ്യുന്നുണ്ട്? അത് പിന്നീട് അറബികൾക്കിടയിൽ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രന്ഥങ്ങള് വിവർത്തനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദാർ ഖസീഹ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രിന്റിംഗ് പ്രസ്സുകൾ അക്കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ജേർണലിസം. നമുക്കറിയാം ഏതൊരു നാടിന്റെയും ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന അവിടത്തെയുള്ള ജേർണലിസ്റ്റ് ആണ്, അല്ലേ? ഒരു നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും വലിയ പിന്താങ് ഏതാണ്? ജേർണലിസം അല്ലേ? യെസ്. അപ്പം ജേർണലിസം എന്നതിന് വളരെ വലിയൊരു വേരൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ അറബി പത്രമായിട്ട് പറയുന്ന ഏതാണ്? വക്കായിൽ മിസ്രിയാണ് നോർമലി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. പക്ഷെ നമ്മൾ തൻബീഹിനെ പറയാറുണ്ട്, ജേണൽ ഹുദൈബിയെ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് വലിയ ക്ലാസ്, നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള നമ്മുടെ PSC ക്ലാസ്സുകളിൽ ആദ്യത്തെ ജേണൽ എന്താണെന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും കേട്ടോ. ആദ്യത്തെ ജേണൽ എന്തുകൊണ്ട് ഇന്നതായി, എന്തുകൊണ്ട് ഇന്നതായില്ല എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക, ആദ്യത്തെ അറബി പത്രം എന്നുള്ളതാണ് വക്കായിൽ മിസ്രിയാണ്. അതുപോലെ തന്നെ ഇഹിയാഉൽ തുറാസുൽ ഖദീം, പൗരാണികമായിട്ടുള്ള അറബ് പൈതൃകങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക. അതാണ് നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞത് എന്താണ് സംഭവം എന്നുള്ളത്. അതുപോലെ തന്നെ മക്തബാത്ത്, ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? പുസ്തകശാലകൾ ഇവര് ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ ജംഇയ്യാത്തുൽ ഇൽമിയ, വൈജ്ഞാനിക യൂണിവേഴ്സിറ്റികൾ. ഇപ്പം മജ്മഅ ലുഗത്തുൽ അറബിയ ബിൽ ഖാഹിറ ദിമഷ്ക്, ഇതൊക്കെ കാണാം. ഏറ്റവും പഴമയാർന്ന മജ്മഅ ലുഗത്തുൽ അറബിയ ഏതാണെന്നറിയോ? എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. അറിയോ നിങ്ങൾക്ക്? 1932 പറഞ്ഞോ? 1932 സ്ഥാപിക്കപ്പെട്ട മജ്മഅ ലുഗത്തുൽ അറബിയ ബിൽ ഖാഹിറയാണ്. പിന്നെ ലിസ്തിഷ്റാഖ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇദാഅത്തി വൽ മർഇയ വൽ മസ്മൂഉൽ മസജ, നാടകം, പ്രക്ഷേപണം, ബ്രോഡ്കാസ്റ്റിംഗ്, അങ്ങനെ തുടങ്ങിയ സിനിമാറ്റിക് ആയിട്ടുള്ള ഫീൽഡിൽ മറ്റു കാര്യങ്ങൾ. അവിടെ കാലഘട്ടത്തിലാണ് തൗഫീഖുൽ ഹക്കീമിന്റെ നാടകങ്ങളും മാറൂൻ നക്കാഷിന്റെ നാടകങ്ങളൊക്കെ പ്രശസ്തമാകുന്നത്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു 12ഓളം അവാമിലുകളാണ്. ജസ്റ്റ് ഒന്നും കൂടി പറയാം. ഹംലത്തുൽ ഫറൻസിയ, മുസാഹമത്ത് മുഹമ്മദ് അലി ബാഷ, തഅലീമി ഔ ഇൻഷാഉൽ ജാമിഅത്തുൽ മിസ്രിയ, ബഅസാത്തുൽ അൽമിയ, ഹറക്കത്ത് തർജമ, തിബാ, സിഹാഫ, ഇഹ്യാ തുറാസുൽ ഖദീം, മക്തബാത്ത്, ജംഇയ്യാത്തുൽ ഇൽമിയ, ഇസ്തിശ്റാഖ്, ഇദാഅ വൽ മർഇയ വൽ മസ്മൂഇ വൽ മസ്റ. സെറ്റ് അല്ലേ? ഓക്കെ. ദെൻ ഇഖ്റ തസ്രീഹാത്തുസ് ആതിയ വക്തശഫ മിൻഹൽ ഖാതിയ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിക്കുകയും അതിൽ തെറ്റായ ഇതിനെ തിരഞ്ഞെടുക്കുകയും വേണം. അതായത് ഒരുപാട് ഒട്ടുമിക്ക പണ്ഡിതന്മാര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആധുനിക നവോത്ഥാന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്
ഫ്രഞ്ച് അധിനിവേശത്തിന് ശേഷമാണ്. ഈജിപ്തിലെ ഫ്രഞ്ച് അധിനിവേശത്തിന് ശേഷമാണ്. അതേപോലെ തന്നെ ഫനിൽ മക്കാല, ഈ മക്കാല അഥവാ എന്താണ് പ്രബന്ധങ്ങൾ എന്ന ഒരു കല ഡെവലപ്പ് ചെയ്യാൻ ജേർണലിസത്തിന് വളരെ വലിയ എന്തുണ്ട് സ്വാധീനം ഉണ്ടായിരുന്നു. ചില ആൾക്കാർ പറയുന്നു ബിലാദിഷം, സിറിയയും ലബനാൻ ഉൾക്കൊള്ളുന്ന എന്താണ് ഷാം പ്രവിശ്യയിലാണ് ആദ്യം വരുന്നത്, പിന്നീട് ഈജിപ്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇനി ലൊഹറത്ത് ഫനു റിവായ അവ്വല ഫി മിസ്ർ, ഈജിപ്തിലാണ് ആദ്യമായിട്ട് റിവായ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ തന്നെ എടുക്കാം. ഇല്ലല്ലോ ഓപ്ഷൻ. അലിഫ്, ബാ, താ, സാ, അതാണ് അലിഫ് ബാ ജീമ് ദാൽ എന്ന് പറഞ്ഞത് കേട്ടോ. പരീക്ഷയിൽ അത് ടൈപ്പ് ചെയ്ത് മാറിയാണ്. അലിഫ് ബാ താ സാ എന്ന് പഠിച്ചാൽ മതി. അബ്ജദ് ഓർഡറിൽ വന്നതായിരിക്കൂല. അതെ 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 അതെ. അപ്പൊ നമുക്ക് നോക്കാം. സിറിയയിലും ലബനാനിലുമാണ് ആദ്യം വന്നത് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. അപ്പോൾ തന്നെ ലൊഹറത്തു ഫന് റിവായ അവ്വലൻ ഫി മിസ്ര, ശരിയോ തെറ്റോ? ഈജിപ്തിലാണെന്ന് പറഞ്ഞത്. ഇവിടെ എന്തായാലും ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? സാഉ ഫഖത്ത് ആണ്. അതായത് ഇതൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു ചോദ്യമാണ്. ഒരു മിനിറ്റ്. അതായത് ഒന്നാമത് പറയുന്നത് ഇക്കൂലി മുഅല്ലൽ മുഅദ്ദിഖീന അന്ന നഹദത്തുൽ അദബിയ്യത്തുൽ ഹദീസ ലഹറത്ത് അവ്വലൻ ഫി ബിലാദിൽ അറബ്. എന്താണ് ബഅദൽ ഹംലത്തുൽ ഫറൻസിയ അലാ മിസ്ർ, ഈജിപ്തിലെ എന്താണ് ഫ്രഞ്ച് അധിനിവേശത്തിന് ശേഷമാണ് അറബികൾക്കിടയിൽ നവോത്ഥാന കാലഘട്ടം തുടങ്ങിയത്. ശരിയല്ലേ? ശരിയോ തെറ്റോ? നിങ്ങൾ ഒയ്സി പറഞ്ഞോട്ടോ, പ്രശ്നമല്ല. ശരിയല്ലേ? ഇനി മക്കാല എന്ന ആ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യുന്നതിലോ ഒബ്വിയസ്ലി എന്തിനും ഒരു പ്രാധാന്യമുണ്ട്. എന്തിനും പ്രാധാന്യമുണ്ട്. ഈ പറയുന്ന സിഹാഫയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ അല്ലെ. അതിനൊന്നും ആർക്കും തെറ്റിദ്ധാരണ ഇല്ലല്ലോ. ഇല്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ് ലൊഹറത്തു ഫന്നുൽ മക്കാല നഹദത്തുൽ അവ്വലൻ ഫി ബിലാദി ഷാം, ബിലാദു ഷാമിലാണ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സുമ്മ ഫി മസർ, ഈജിപ്തിലാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അത് തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് സത്യം പറഞ്ഞ, അതായത് തായാണ് കേട്ടോ അത് പറയേണ്ട, സാ അല്ല, തായാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. പിന്നെ അതാണ് സാഹു ഫക്കത്താണ്. ഇവിടെ ചെറിയൊരു തെറ്റ് വന്നു പോയതാണ്. സാഹു ഫക്കത്താണ്. കാരണം എന്ന് വെച്ചാല് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? നഹദത്ത് അവ്വലൻ ഫി ബിലാദി ഷാം അല്ല, പകരം ഇവിടെ തന്നെയാണ്, ഈ മിസ്രിലാണ് അല്ലേ? യെസ്. പിന്നെ വേറെന്താ പറഞ്ഞേ? ലൊഹറത്ത് ഫന് റിവായ അവ്വലൻ ഫി മിസ്ർ, അത് ശരിയല്ലേ? ഓക്കെ, സെറ്റായോ? ഇനി അടുത്തത് നോക്കേ. അപ്പൊ നമ്മള് ഇതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം.
بدأ هذا العصر النهضة بدخول الفرنسيين بمصر قيادة نابليون بونابرت سنة 1898. ഓക്കെ, അപ്പോ അസറു നഹ്ദ സ്റ്റാർട്ട് ചെയ്തതാണ് ഈജിപ്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് 1798 എന്തെയാണ് ഈജിപ്ത് കീഴടക്കുന്നതിലൂടെയാണ്. ഇനി ഹംലത്തുൽ ഫറൻസി അവൽ ഇഹ്തികാക്കിൻ വാസിൻ വ മുബാഷിർ ബൈന മിസ്ർ വൽ ഹദാറാത്തുൽ ഉറൂബിയ. ഈ ഫ്രഞ്ച് അധിനിവേശത്തെ തുടർന്ന് ഈ ഫ്രഞ്ച് അധിനിവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ ഈജിപ്ഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആദ്യത്തെ എന്താണ് അറബ് യൂറോപ്യൻ ബന്ധം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ بعد أزلة طويلة فرضها العثمانيون على مصر والبلاد العربية وكانت من أسباب ضعفها وتخلفها. ഇങ്ങനെ അവര് ഈ ഈജിപ്ത് അധിനിവേശം നടത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കാലം അവിടെ ഭരിച്ചിരുന്ന ആരായിരുന്നു? ഉസ്മാനികളായിരുന്നു. ഈ ഉസ്മാനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല മാതൃകാപരമായി എന്താണ് നമ്മളെ ഈ ഭരണം നടത്തിയിരുന്നെങ്കിലും അവസാനം ഇവർ അനാവശ്യമായിട്ട് ഒരുപാട് വലിയ വലിയ ചുങ്കങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലെബനോണിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെ കുറെ ആൾക്കാര് നമ്മള് മെഹജർ സാഹിത്യം പഠിച്ച സമയത്ത് പറയുന്ന ഒരുപാട് ആൾക്കാർ തുർക്കികളുടെയും അതേപോലെ തന്നെ ഉസ്മാനികളുടെയും എന്താണ് ദ്രോഹം ഭയന്നുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? മുസ്ലിങ്ങളായിട്ട് പോലും അവരെന്ത് ചെയ്തത്? മറ്റു രാജ്യങ്ങളിലേക്ക് പോയത്, പല ക്രൈസ്തവരോടൊന്ന് പോയത്. അങ്ങനെ അത്തരത്തിലുള്ള വളരെ മൃഗീയമായിട്ടുള്ള ഇവരുടെ എന്താണ് ഈ ഒരു പ്രശ്നം കാരണം എന്ത് ചെയ്തു? അവരുടെ നിലവിലുണ്ടായിരുന്ന എല്ലാ സമ്പത്തുകളും നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അവർ വല്ലാതെ ശോഷിച്ചു നിൽക്കുന്ന സമയത്താണ് ആര് കയറി വരുന്നത്? അവിടേക്ക് ഫ്രഞ്ചുകാര് കടന്നു വരികയും അവരെ കീഴടക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി റിവായെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റിവായ ആദ്യത്തെ റിവായ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വലിയ ചർച്ചയുണ്ട്. ഇനി ആദ്യത്തെ റിവായ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി സാധാരണ പറയാറുള്ളത് ലബനാനികളും സിറിയക്കാരുമാണ് ആദ്യമായിട്ട് എന്താണ് നോവൽ എന്ന സാഹിത്യത്തിലേക്ക് വരുന്നത്. നമ്മുടെ സലീം ബുസ്താനിയുടെ എന്താണ് ഈ റമ്യത്ത് മിൻ ഗൈരി റാം എന്നുള്ളതാണ് ആദ്യത്തെ റിവായ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. വകാന അവ്വലു മൻ ഫഅല ദാലിക ലബ്നാനിയന വസൂരിയൂന ലിസബഖഹും ഇലാ മുഖാലത്തത്തിൽ ഉറൂബിയന വലഖദൻഹും. പ്രധാനപ്പെട്ടും എന്താണ് ഫ്രാൻസിസ് മാറാഷ് ഹൽബി, സലീം ബുസ്താനി, ജോർജ് സെയ്ദാൻ ഇവരൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള നോവലിസ്റ്റുകളായിരുന്നു ലബനാനിൽ നിന്നുള്ള. പിന്നെ അവരെ പിന്തുടർന്നു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈജിപ്തുകാർ വരുന്നതും. പക്ഷേ അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെന്ത് ചെയ്തു? ഒരുപാട് ട്രാൻസ്ലേറ്റഡ് നോവലുകൾ കൊണ്ടുവരാൻ തുടങ്ങി. ചില ആൾക്കാർ അതേ സെയിം കണ്ടന്റ് അതിന് ട്രാൻസ്ലേഷൻ തുടങ്ങി. ഇപ്പം പ്രത്യേകിച്ച് നജീബ് ഹദ്ദാദിന്റെ ഹുസ്നുൽ ബാൻ പഴയ കാലഘട്ടത്തിലുള്ളതാണ്. അതുപോലെ തന്നെ മുസ്തഫ ലുത്ഫിൽ മൻഫലൂത്തിന്റെ ഫളീല, ഹാഫിദ് ഇബ്രാഹിമിന്റെ ബുസ തുടങ്ങിയവർക്ക് എന്താണ് ഒരുപാട് പഴയകാല ഈജിപ്ഷ്യൻ നോവലുകളാണ്. അതെല്ലാം എന്താണ് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. എന്നാല് ഈ എന്താണ് ആദ്യത്തെ ഏറ്റവും നല്ല ലക്ഷണമൊത്ത നോവൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലക്ഷണമൊത്ത നോവൽ എന്നതാണ് അത് 1919 ശേഷം ഒക്കെ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ 1914 പബ്ലിഷ് ചെയ്തിട്ടുള്ള കൈറോയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള സീനബ് മനാദിർ വഖലാഖ് റീഫിഹി എന്ന് പറയുന്ന ഒരു നോവലാണ്. അതൊരു ഈജിപ്തിൽ ഉണ്ടായിരുന്ന എന്താണ് ഒരു കർഷകരുടെ ഒരു ജീവിത സാഹചര്യത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ സൈനബിന്റെ ഈ നോവൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിവായ അൽ ഫന്നിയ എന്നാണ് ഈ നോവലിനെ പറയാനുള്ളത്. അത് ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെ പരിഗണിക്കുന്നതാണ് റായിദു റിവായത്തുൽ അൽ അറബി അൽ ഫന്നിയ എന്ന് പറയാറുണ്ട്. ഓക്കെ, സെറ്റാണോ? ഇത് 1914 പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു കിസ്സ മെത്തേഡിലായിരുന്നു പബ്ലിഷ് ചെയ്തത്. 1924 എന്ത് ചെയ്യുന്നത് അത് സൈനബ് എന്ന പേരിൽ ഒരു റിവായയായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഏത് വർഷത്തിലാണ്? 1929. ഇനി ജേണൽ അൽ ഖുദൈബി ഇസ്മുൽ ജരീദത്തി. ഈ ജേണൽ ഖുദൈബി എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രം താഴെ തന്നിരിക്കുന്ന പത്രത്തിന്റെ ആദ്യകാല പേരാണ് മുഅയ്യിദ് അഹ്റാം വഖാഇഉൽ മിസ്രിയ അൽ ഹിലാൽ. ഓക്കെ, അൽ വഖാഇഉൽ മിസ്രിയ തന്നെയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ആദ്യത്തെ അറബ് ജേണൽ എന്ന് പറയുന്നത് എന്താണ്? തൻബീഹ് ആണ്. തൻബീഹ് എന്നുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള
തൻവീഹ് എന്നുള്ളതാണ് ആദ്യത്തെ സഹീഫത്ത് എന്ന് പറയാം. ഇനി 1813 എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ പോയതിനു ശേഷം നെപ്പോളിയൻ ബോണപ്പാർട്ട് പോയതിനു ശേഷം അവിടെ ഭരിച്ചിരുന്ന എന്ത് ചെയ്യുന്നുണ്ട്, മുഹമ്മദ് അലി ഭാഷ, അല്ലെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് അലി ഭാഷയുടെ കാലഘട്ടം 1813 ഈ ഗവൺമെന്റ് എന്താണ് മുഹമ്മദ് അലി ഭാഷ അതുപോലെ തന്നെ ഹുദൈബി ഇസ്മായിലൊക്കെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് ഗവൺമെന്റ് ഓർഡറുകൾ ഗവൺമെന്റ് ഓർഡറുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ജേണൽ പബ്ലിഷ് ചെയ്തു. ആ പേരാണ് ജേണൽ ഹുദൈബി എന്നുള്ളത് 1813. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് 1828 ആ ജേണൽ ഹുദൈബി എന്ത് ചെയ്യുന്നുണ്ട്, അത് പിന്നീട് വക്കായുൽ മിസ്രിയ എന്ന പേരിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് 1828. അപ്പൊ തുടങ്ങുന്നത് ജേണൽ ഹുദൈബി എന്ന പേരിലാണെങ്കിലും 1813 അത് പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നീട് അതിന്റെ പേര് എന്തിലേക്ക് മാറുന്നുണ്ട്, വക്കായുൽ മിസ്രിയ എന്ന് 1828 അതിനെ പേര് മാറ്റി പുനർനാമകരണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വക്കായുൽ മിസ്രിയ തുടക്ക കാലഘട്ടത്തിൽ എന്തിലായിരുന്നു പബ്ലിഷ് ചെയ്യുന്നത്, ഏതൊക്കെ ഭാഷകളിലായിരുന്നു അറിയോ? അറബിയിലും തുർക്കിയിലുമായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, അവർ അറബിയിലേക്ക് മാത്രം ചുരുക്കി എന്നുള്ളതാണ്. ഇനി ലൈസ മിനൽ മുഹററീന അൽ ജരീദത്തുൽ വക്കായുൽ മിസ്രിയ. ഇനി വക്കായുൽ മിസ്രിയയുടെ ഒരുപാട് എഡിറ്റേഴ്സ് ഉണ്ട്. അതിൽ പെടാത്ത വ്യക്തി ആരാണ്? ഷെയ്ഖ് ഹസനുൽ അത്താർ, ജമാലുദ്ദീൻ അൽ അഫ്ഗാനി, മുഹമ്മദ് അബ്ദ, റിഫാഅത്ത് തഹ്താവി. ആരാണ്? ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. അപ്പം എന്താണ് 1700 ലൊഹറത്ത് ഫിക്റത്തുൽ ജരീദത്ത് ഫി സിഹാഫത്തുൽ മിസ്രിയ യജഹദു മിനൽ ഹംലത്തുൽ ഫറൻസിയ ഹൈസു ഉൻശഅത് അവ്വല ജരീദത്തിൻ അറഫ ശുൽ മിസ്രി ഹുവ ജരീദത്ത് ബരീദുൽ മിസ്ർ അല്ലദി സദറത്ത് ബിൽലുഗത്തുൽ ഫറൻസിയ ഫി 29 അഗസ്റ്റ് സന 1798 ബി 4 സഫഹാത്ത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ഒരു ഫ്രഞ്ച് ഒരു പത്രം പബ്ലിഷ് ചെയ്യുന്നത് ജരീദത്ത് ബരീദ് മിസ്ർ എന്ന പേരിൽ ഫ്രഞ്ച് ഭാഷയിലാണ് അറബികൾക്കിടയിൽ ആദ്യത്തെ പത്രം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അത് 1898 ഓക്കെ. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മുഹമ്മദ് അലി ഭാഷ എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ അവസാനത്തെ സെന്റൻസ് നോക്കൂ, ഫാൻഷ മുഹമ്മദ് അലി ഭാഷ. അതിന് കുറച്ച് കാര്യങ്ങൾ, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ അകത്ത് ദൈനംദിനം നടന്ന സംഭവങ്ങളായിരുന്നു അതിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നത്. അതിന്റെ അകത്ത് അതേപോലെ തന്നെ എന്താണ് വളരെ പ്രധാനപ്പെട്ട അൻബാഇ ദവാബീനിയും അവരുടെ ഗവൺമെന്റ് രേഖകളും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡറുകളും വംകാനി അഹ്കാമിഹിം അതുപോലെ തന്നെ ഗവർണൻസിന്റെ സ്ഥലങ്ങളെ പറ്റിയിട്ടും അതേപോലെ തന്നെ എന്താണ് ഈ സൈനികരുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുമായി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ബദഅത്ത് ഫിഖത്തി വുജൂദി സിഹാഫത്തി വൻഷായി മത്ബഅത്തി ബോളാഖ്, അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ബോളാഖ് എന്ന് പറയുന്ന ഒരു പ്രസ് സ്ഥാപിക്കുന്നുണ്ട്. വകാത്ത് അവ്വൽ മത്ബഅത്തൻ ലിൽ ഹുകൂമത്തുൽ മിസ്രിയ, ഈജിപ്തിന്റെ ആദ്യത്തെ ഒരു ഗവൺമെന്റ് പ്രസ് ആയിരുന്നു ബോളാഖ് പ്രസ്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ലം തകുലിൽ വാലി സിയാസത്തൻ സ്വഹിഫിയത്തൻ വാദിഹ ഗൈറു അന്നഹു കാന ശഗൂഫൻ ബിത്തിലാഇ അലൈഹ വമഅരിഫത്തി മാ ഹംലത്ത് മിൻ ആറാഇൻ വഖബാർ ലകിന്നഹു ഇൽതഫത ഇലാ സുഹുഫിൽ ഗർബിയ ഫഅജ്ജബ ബിഹ വഅസ്ബഹത ലദൈഹി റഗ്ബത്തൻ ഫി തഅറഫി അലാ അഖ്ബാർ ദാഖിലി വൽ ഖാരിജ്. അതായത് കുറേ കാലം അകത്ത് വിഷയങ്ങൾ മാത്രം ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടു തുടങ്ങി. പക്ഷെ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം അവര് പഴയ അവിടത്തുള്ള കാര്യങ്ങൾ കൂടി അറിയാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ മുഹമ്മദ് അലി എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ ഒരു മജല്ല പബ്ലിഷ് ചെയ്യുകയും ജരീദത്തുൽ ഹുകൂമത്തുൽ റസ്മിയ, ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെന്റ് പത്രമായി തന്നെയാണ് ഇത് ആദ്യം നിലവിൽ വരുന്നത്. وأمر بالتهنئة والوسائل لنشر هذه الجريدة ورسم لها خطة التوسيع والانتشار. അവര് ഗവൺമെന്റ് ഓർഡറുകളും മറ്റു കാര്യങ്ങളും പ്രസിദ്ധീകരിക്കാനായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ഇത് അതിന്റെ ഒരു അതിന്റെ തുടക്ക കാലഘട്ടത്തിലെ ചെറിയൊരു ചരിത്രമാണ്. കൂടുതലൊക്കെ നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇനി എന്താണ് ഇസ്തിഷിറാഖ് എന്ന് പറയുന്നത്? നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയതായിരുന്നു. ദിറാസാത്തി ഉലമാ ഷറഖി അനി ഷർഖ്, ദിറാസാത്തി ഉലമാ ഷറഖി അനിൽ ഗർബ്, ദിറാസാത്തി ഉലമാ അൽ ഗർബി അനിൽ ഗർബ്, ദിറാസാത്തി ഉലമാ അൽ ഗർബി അനി ഷർഖ്. അതായത് പാശ്ചാത്യരായിട്ടുള്ള പണ്ഡിതന്മാർ പാശ്ചാത്യരെ കുറിച്ച് പഠിക്കലാണോ, പാശ്ചാത്യരായിട്ടുള്ളവർ എന്താണ് സോറി പാശ്ചാത്യല്ല, ഷർക്ക് എന്ന് വെച്ചാൽ എന്താണ്, അറബികളാണ്. പൗരസ്ത്യ ദേശത്തുള്ളവര് പൗരസ്ത്യ ദേശത്തെ കുറിച്ച് പഠിക്കലാണോ, പൗരസ്ത്യ ദേശത്തുള്ളവർ പാശ്ചാത്യരെ കുറിച്ച് പഠിക്കലാണോ, പാശ്ചാത്യര് പാശ്ചാത്യരെ കുറിച്ച് പഠിക്കലാണോ, പാശ്ചാത്യര് പൗരസ്ത്യ ദേശത്തെ കുറിച്ച് പഠിക്കലാണോ? നമ്മൾ പറഞ്ഞ എന്താണ്, അറബികളെ പറ്റി പാശ്ചാത്യര് പഠിക്കുന്നതിനാണ് ദറാസാത്തി ഉലമാ അൽ ഗർബി അനി ഷർക്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്, മറക്കരുത് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥകർത്താവുണ്ട്, നിങ്ങളൊക്കെ ഈ കിതാബ് വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മുടെ അഹ്മ മസാദിർ വൽ മറാജി എന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ കുറച്ച് അഹ്മ മസാദിർ വൽ മറാജി പറഞ്ഞിരുന്നു. ആ സമയത്ത് ആധുനിക കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ച് ചർച്ച ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഒരു ഓറിയന്റലിസ്റ്റ് ചെയ്തിട്ടുള്ള പുസ്തകമാണെന്നാണ് പറഞ്ഞിരുന്നത്. താരിഖുൽ അദബുൽ അറബി തന്നെയാണ് പേര്. അത് എഴുതിയ ആരുടെ പേരറിയോ? ഒരു ഓറിയന്റലിസ്റ്റ് ആണ്. അറിയോ നിങ്ങൾക്ക്? ഈ കാറൽ ബ്രോക്കൽമാൻ കേട്ടിട്ടുണ്ടോ? കാറൽ ബ്രോക്കൽമാൻ. യെസ്, കാറൽ ബ്രോക്കൽമാന്റെ താരിഖുൽ അദബുൽ അറബ് നമ്മൾ പഠിക്കലുണ്ട്. അതുപോലെ തന്നെ ഗ്ലോസ്റ്റർ ഫ്ലൂജൽ, ഇതൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരാണ്. ഓക്കെ, വളരെ പ്രശസ്തരായിട്ടുള്ള ഓറിയന്റലിസ്റ്റുകൾ കൂടിയാണ്. ഓക്കെ, അടുത്തത് അൽ ഫർഖു ബൈന സീറ വ റിവായ, അതായത് സീറയും നോവലും തമ്മിലുള്ള വ്യത്യാസം. കാരണം അന്ന സീറ എന്ന് പറയുന്നത് താരിഖ് ഹയാത്തുൽ ഫർദുൽ ഹഖീഖ്, ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തെ ചരിത്രത്തെ പറയലാണ്. താരിഖ് ഷുഅബ്, ജനതയുടെ ചരിത്രം പറയലാണ്. ഹിക്കായത്ത്, കഥകളാണ്. ഇബറത്തുൽ നാസ്, ജനങ്ങൾക്കുള്ള സാരോപദേശ കഥകളാണ് സീറ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ എന്താണ്, അതൊരു യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്യലാണ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, ഇഖ്തറ തസ്രിഹാത്തു സുഹിഹ അൻ ഫന്നി സീറത്തു അദ്ദാത്തിയ. സീറദാത്തി നമുക്കറിയാലോ, ഓട്ടോബയോഗ്രഫി. ഓട്ടോബയോഗ്രഫിയെ പറ്റി ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാം. അറഫൽ അറബി അൻ ഫന്നി സീറത്തു ദാത്തിയ അവ്വല മിനൽ ആദാ അൽ ഗർബിയ. പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നുമാണ് ആദ്യമായിട്ട് സീറത്തു ദാത്തിയ അറബികൾ അറിയുന്നത്. ഇനി ആദ്യത്തെ ലക്ഷണമൊത്ത സീറദാത്തിയാണ് അല്ലയ്യാം. അയ്യാം ആരുടെയാണ്? അന സീറദാത്തിയ ലിരിഫാഅ തുഹ്താവി അൽ ആബാഉ വൽ ബനൂൻ ഹിയ സീറദാത്തിയത്തുൽ ലിമീഖാഇ നഈമ. ഇതിന്റെ അകത്ത് സീറദാത്തിയുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാം. ജീമും ബാവും മാത്രമാണ്, ബാവും അലിഫും മാത്രമാണ്, ബാവ് ഫക്കത്താണ്. അതല്ല എല്ലാം ശരിയാണ്. ഓക്കെ, ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്, 2 പേര് ആൻസർ ചെയ്തു, 3, 4, 34 4 പേരോ, 5 വരട്ടെ, ആൻസറുകൾ വരട്ടെ. ഒബ്വിയസ്ലി നിങ്ങൾ പറഞ്ഞ ഉത്തരം എന്താണ്? ഇതിനകത്ത് ഓപ്ഷൻ ബി ഫക്കത്താണ് ആക്ച്വലി. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. എന്താ റീസൺ എന്ന് വെച്ചാല്, അറബികൾക്കിടയിൽ സീറാദാത്തിയ തുടങ്ങുന്നത് പാശ്ചാത്യർക്കിടയിൽ നിന്നല്ല. അറബികൾ പണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സീറാദാത്തികളൊക്കെ രചിക്കുന്ന നമുക്ക് കാണാൻ പറ്റും.
ഈ പഴയ കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളായിട്ടുള്ള ഈ പഴയ കുറെ ആൾക്കാരുടെ കഥകളും ഈ നോവലുകളൊക്കെ വായിച്ചിട്ടാണ് ഇവർക്ക് എന്താ ചെയ്യുന്നത് പ്രചോദനം ഉൾക്കൊള്ളാൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു 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 ഈ അറബികൾക്ക് ഒരു ബേസ് ഉണ്ട്. സിറാദാത്തിയിൽ അറബികൾക്ക് ഒരു ബേസ് ഉണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവർക്കുള്ളതിലുണ്ടായിരുന്ന പഴയ കാലഘട്ടത്തിലെ ഒരുപാട് കഥകൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അയ്യാം എന്ന് പറയുന്നത് അവല് സിറാദാത്യത്തിൽ ഫന്നിയാണ്, ലക്ഷണമൊത്ത ആദ്യത്തെ എന്താണ് സിറാദാത്യയാണ് അയ്യാം എന്ന് പറയുന്നത്. ഓക്കെ, അയ്യാം എന്ന് പറയുന്നത് ആദ്യത്തും എന്താണ് ലക്ഷണമൊത്ത നോവലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ എന്താണ് ലക്ഷണമൊത്ത് എന്താണ് സിറാദാത്തിയായിട്ട്. ഇനി അന എന്ന് പറയുന്ന ആരുടേതാണ്? മഹാത്മാഗാന്ധി എന്നാര് പറഞ്ഞു? ഞാൻ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന അല്ല, മഹാത്മാഗാന്ധി എന്നാരോ പറയുന്നത് ഞാൻ കേട്ടു. മഹാത്മാഗാന്ധിയുടെ അല്ല, അക്കാദിന്റെയാണ്. ഇനി മഹാത്മാഗാന്ധിയെ പറ്റി ആര് എഴുതിയിട്ടുണ്ട്? അക്കാദ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അക്കാദ് മഹാത്മാഗാന്ധിയെപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ആബാഉ വൽ ബനൂൻ എന്ന് പറയുന്നത് മിഹായി നൈമയുടെ സിറാദാത്തിയാണെന്നാണ്. സിറാദാത്തി മിഹായി നൈമയുടെ സിറാദാത്തി ഏതാണ്? സബഊൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഓക്കെ, പിന്നെ ഈ ആബാഉൽ ബനൂൻ എന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി? അപ്പൊ പിന്നെ മസ്റഹിയാണ്. വെരി ഗുഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവര് പാശ്ചാത്യരായിട്ടുള്ള ആൾക്കാർക്കിടയിലാണ് ഇവരുണ്ടാക്കിയെന്നല്ലേ നമ്മൾ പറഞ്ഞത്. തെറ്റാവാൻ കുറെ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പാശ്ചാത്യരായിട്ടുള്ള ആൾക്കാർക്കിടയിൽ സിറാദാത്തി എന്നൊരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അറബികൾക്കിടയിൽ ഈ സാധനം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇവര് മറ്റേ ഈ പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ ഓട്ടോബയോഗ്രഫിക്ക് മുമ്പ് തന്നെ ഈ യൗമിയാത്തുകൾ എന്ന് പറഞ്ഞ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടോ? യൗമിയാത്തുകൾ, അതായത് ഡെയിലി ഉള്ള കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ അദബ് റിഹാലൊക്കെ അറബികൾക്കിടയിൽ പണ്ടില്ലേ, ട്രാവലോഗുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ ഇല്ലേ, മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ. അതേപോലെ തന്നെ എന്താണ് അൽബറൂനിയുടെ താരിഖുൽ ഹിന്ദ്, അതേപോലെ തന്നെ എന്താണ് ഉസാമത്ത് ബിൻ മുൻകിദ്, അബൂ ഹാമിദ് അൽ ഗസാലി എന്നൊക്കെ പറയുന്ന ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് എഴുത്തുകാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്താണ് പ്രധാനികളായിട്ടുള്ള പണ്ട് കാലഘട്ടത്തിലെ എഴുത്തുകാരായിരുന്നു. അവരൊക്കെ എന്താണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്താണ് പുതിയ കാലഘട്ടത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഡെവലപ്പ് ചെയ്ത് പുതിയ കാലഘട്ടത്തോട്, അതായത് പാശ്ചാത്യരോട് വന്നതിന് ശേഷം സിറാദാത്തി എന്ന ഒരു കലയിലേക്ക് മാറി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ചില പ്രധാനപ്പെട്ടതാണ് ഇൽമുദ്ദീൻ അലി മുബാറക്, തർബിയത്തുൽ ഇസ്ലാം, തർബിയത്ത് സലാമത്ത് മൂസ. പിന്നെ സജിനുൽ ഉംർ എന്നുള്ളത് ആരാണ്? സിജിനുൽ ഉംർ ആരുടെയാണ്? അറിയോ? സിജിനുൽ ഉംർ അറിയോ? സിജിനുൽ ഉംർ തൗഫീഖുൽ ഹക്കീം, തൗഫീഖുൽ ഹക്കീം. ഓക്കെ, അത് കുറെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പിന്നീട് പറയാം, നമ്മുടെ ക്ലാസ്സിന്റെ ചർച്ച. ലൈസ മിൻ അബ്റസി റുവാദി ഫന്നിൽ മക്കാല അൽ അദബിയ, പ്രധാന പ്രശസ്തരായിട്ടുള്ള മക്കാലയുടെ പണ്ഡിതന്മാരിൽ പെടാത്തത്. മബ്രൂക്ക്, മാഷാ അല്ലാഹ്. ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്, മഹ്മൂദ് ദർവേഷ്, കാരണം അദ്ദേഹം ഷാഇറാണ്. ഇനി റായിദു നഹ്ല അൽ അറബിയ അൽ മിസ്രിയ, ഈജിപ്ഷ്യൻ നവോത്ഥാനത്തിന്റെ എന്താണ് വൈജ്ഞാനിക വികാസത്തിന്റെ റായിദ് ആരാണ്? ആരാണ്? റിഫാ തഹ്താവിയാണ്. അദ്ദേഹം ഏത് വർഷമാണ് ജനിക്കണേന്ന് അറിയോ നിങ്ങൾക്ക്? റിഫാ തഹ്താവി 1801 ജനിച്ച് 1800 1801 അല്ലേ റിഫാ തഹ്താവി? അത് ഏതേ വർഷം മരിക്കണേ? അദ്ദേഹം മരിക്കുന്ന 1873 ഓക്കെ, റിഫാ തഹ്താവി. മൻഹുവ മുഅസ്സിസു മദ്രസത്തു അൽസിൻ, അൽസിൻ എന്ന് പറയുന്ന സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ട്രാൻസ്ലേഷൻ എന്താണ് രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട
ഒരു സ്കൂളാണ് എന്ത് മദ്രസത്തു അൽസിൻ എന്നുള്ളത്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മസത്തുൽ അൽസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? റിഫാഅത്ത് തഖ്താവിയാണ്. ആക്ച്വലി നമ്മുടെ മസത്ത് അൽസിൻ എന്ന് പറയുന്നത് 1251 അഥവാ 1835 മസത്ത് തർജുമ എന്ന പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷമാണ് മസത്തുൽ അൽസിൻ എന്ന പേരിലേക്ക് മാറുന്നത്. ഏകദേശം 18ഓളം വിദ്യാർത്ഥികളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പം അറബിയ വൽ ഫറൻസിയ വൽ ഇംഗ്ലീസിയ, ഇംഗ്ലീഷ് ഭാഷ, ഫ്രഞ്ച് ഭാഷ, അറബി ഭാഷ തുടങ്ങിയിട്ടുള്ള ഭാഷകൾ പഠിപ്പിക്കാനായിരുന്നു മസത്തുൽ അൽസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റിഫാഅത്ത് തഖ്താവി. ഓക്കെ, അതായത് ചില ആൾക്കാർ പറയുന്നത് മുഹമ്മദ് അലി ഭാഷയാണ് എന്ത് ചെയ്യുന്നത് മസത്തുൽ അൽസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇദാറത്ത് ആരെയൊക്കെ ഏൽപ്പിക്കലാണ്? റിഫാഅത്ത് തഖ്താവിയുടേതാണ് എന്ന് പറയുന്നുണ്ട്. കാരണം വാഹിദമിൻ റുവാദി മസത്തുൽ അൽസിൻ ഫി മിസ്റ ഫി അയ്യാമി മുഹമ്മദ് അലി ഭാഷ, മുഹമ്മദ് അലി ഭാഷയുടെ കാലഘട്ടത്തിലെ ഈജിപ്തിലെ അൽസിൻ സ്കൂളിലെ ഇതിൽപ്പെട്ട വ്യക്തി ആരാണ്? റിഫാഅത്ത് തഖ്താവി തന്നെയാണ്. നമ്മുടെ റിഫാഅത്ത് തഖ്താവി. ഇനി മുഗാമിറാത്ത് തലീമാത്ത് റിഫാഅത്ത് തഖ്താവി തർജമത്തൻ അറബിയത്തൻ ലി, ആരുടെ ഗ്രന്ഥത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് മുഗാമിറാത്ത് തലീമാത്ത് എന്ന് പറയുന്ന പുസ്തകം? അതാരുടെയാണ്? ഫ്രാൻസിസ് ഫ്ലീനിയോൺ എന്ന് പറയുന്ന ആളുടെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് തൽഖീസുൽ ഇബ്രീസ് ഫി തഖ്ലീസി പാരീസ്, ഖലാഇദുൽ മഫാഖിർ ഫി ഖരീബി അവൈദിൽ അവൈലി വൽ അവാഖിർ, അൽ മുർഷിദുൽ അമീൻ ഫി തഹദീബിൽ ബനാത്തി വൽ ബനീൻ, ഖലാഇദുൽ മഫാഖിർ ഫി ഖരീബി അവൈദിൽ അവാഖിരി വൽ അവാഖിർ. ഓക്കെ, അത് അപ്പാർക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ ആണ്. അൽ ഖാനൂനുൽ ഫറൻസാവിൽ മുദനി, മവാഖിഉൽ അഖ്ഫലഖ് ഫി അവാഖിരി അഖ്ബാരി തലീമാത്ത്, അതൊരു ഫ്രഞ്ച് നോവലിന്റെ എന്താണ് ട്രാൻസ്ലേഷൻ ആണ്. കിസിസ് ഫ്രാൻസി ഫ്ലോണോൺ, ഒരു എന്താണ് ക്രൈസ്തവ പുരോഹിതനായിട്ടുണ്ടായിരുന്ന ഫ്രാൻസ് ഫ്ലോണോൺ എന്ന് പറയുന്ന വ്യക്തി രചിച്ചതാണ്. അത് പിന്നീട് മവാഖിഉൽ അഖ്ഫലഖ് എന്ന പേരിൽ തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പുസ്തകം നോക്കുക, കിതാബുൽ അഅ്ലാം. അഅ്ലാം എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? ഇതിന്റെ അകത്ത് കൂടുതൽ പുസ്തകങ്ങളുടെ പേര് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. അഅ്ലാം എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്? ഇബ്നു ഖൽഖാന്റെ ആണോ, ഖൈറുദ്ദീൻ സർക്കലിയുടെ ആണോ, ഹയ്യ് ബിൻ അബ്ദുൽ ഹയ്യിൽ ഹസ്നിയുടെ ആണോ, ഇബ്നു നദീമിന്റെ ആണോ? പ്രശസ്ത സിറിയൻ എഴുത്തുകാരനായിട്ടുള്ള ചരിത്രകാരനും കവിയുമൊക്കെ ആയിട്ടുള്ള ഖൈറുദ്ദീൻ സർക്കലിയുടെ പുസ്തകമാണെന്ത് അൽ അഅ്ലാം എന്നുള്ളത്. അദ്ദേഹം 1893 ലെബനോണിലെ ബൈറൂത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് എന്താണ് കെയ്റോയിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടുതൽ കാലഘട്ടം അദ്ദേഹം ജീവിക്കുന്നത് സിറിയയിലാണ്. ഓക്കെ, ഇതിന് കൂടുതലും എപ്പോഴും എക്സാമിന് അദ്ദേഹത്തെ പറ്റി ചോദിക്കുന്നത് അൽ അഅ്ലാം എന്ന പുസ്തകത്തിന്റെ ആരുടേതാണെന്നാണ്. അൽ അഅ്ലാം ലി ഖൈറുദ്ദീൻ അസ്സർക്കലി എന്നുള്ളതാണ്. ഖുർആൻ എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? അബു ഹയ്യാന്റെ ആണോ, മന്ന അൽ കിത്താന്റെ ആണോ, അല്ല ആലൂസിയുടെ ആണോ, ഇബ്നു ജരീറിന്റെ ആണോ? മബാഹിസു ഫി ഉലൂമിൽ ഖുർആൻ. എല്ലാരും വേഗം ആൻസർ ചെയ്യണം മക്കളെ. ഓക്കെ, അബ്ബാസിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അബു ഹയ്യാൻ അത്തൗഹീദി എന്ന് പറയും. 310 ജനിച്ച് 414 മരണപ്പെട്ട ഒരു ഫിലോസഫറും എന്താണ് തസവ്വുഫ് പണ്ഡിതനും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹമല്ല ഈ പറയുന്ന പുസ്തകം. ഇദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു പുസ്തകം ഉണ്ടായെന്നറിയോ? അബു ഹയ്യാൻ തൗഹീദിയുടെ
സീറത്തു അലാമിൻ നുബല എന്ന് പറയും. ഓക്കെ, സോറി, ഒരു മിനിറ്റ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇതേ അബൂ ഹയ്യാന തൗഹീദിയുടെ പ്രധാനപ്പെട്ട എന്താണ് പുസ്തകങ്ങളില് ഒന്നാണ് എന്ത് അൽ ഹവാമിലി വ ഷവാമിൽ എന്ന് പറയും. ഏതാണ്? അൽ ഹവാമിലി വ ഷവാമിൽ. ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകം. അതുപോലെ തന്നെ അൽ ഇംതാ വൽ മുആനിസ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അൽ ഇംതാ വൽ മുനായിസ. ഇവിടെ മന്നാഉൽ ഖിത്താന്റെ പുസ്തകമാണ് എന്ത് മബാഹിസു ഫി ഉലൂമുൽ ഖുർആൻ എന്ന പുസ്തകം. മബാഹിസു ഫി ഉലൂമുൽ ഖുർആൻ എന്ന പുസ്തകം ആരുടേതാണ്? മന്നാഉൽ ഖിത്താൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള പണ്ഡിതന്റെ ഒരു പുസ്തകമാണ്. അദ്ദേഹം ഒരു സുന്നി പണ്ഡിതനാണ്, ഈജിപ്തുകാരനാണ്. ഓക്കെ, മാത്രമല്ല അദ്ദേഹം അൽ മുദീർ സാബിഖുൽ മഅഹദുൽ ആലി ലിൽ ഖളാഇ ഫി സഊദിയ, അതായത് സൗദിയയിലെ മഅഹദുൽ ആലി, വലിയ മറ്റേ സുപ്രീം കോർട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ആ സുപ്രീം വലിയ എന്താണ് ഭരണ ഇതിലുള്ള ഒരു എന്താണ് മുൻകാലത്തൊരു ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഓക്കെ, അദ്ദേഹം മരണപ്പെടുന്നത് സൗദി അറേബ്യയിലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ജനിക്കുന്നത് ഈജിപ്തിലായിരുന്നു. ഇത് പ്രധാന പുസ്തകമാണ് മബാഹിസു ഫി ഉലൂമുൽ ഖുർആൻ എന്നുള്ളത്. ഇനി മുഹമ്മദ് അബ്ദ ജരീദ അൽ ഉർവത്തുൽ ഉസ്ക, ആരാണ് ഈ മുഹമ്മദ് അബ്ദയോടൊപ്പം ഉർവത്തുൽ ഉസ്ക എന്ന് പറയുന്ന പത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്? ആരാണ്? ജമാലുദ്ദീൻ അൽ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദയും ചേർന്ന് കൊണ്ടാണ് അൽ ഉർവത്തുൽ ഉസ്ക സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അൽ ഉർവത്തുൽ ഉസ്ക ഹിയ ജരീദത്തുൻ അസ്സസഹ ജമാലുദ്ദീൻ അൽ അഫ്ഗാനി വ മുഹമ്മദ് അബ്ദ ഫി. എവിടെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എവിടെയാണ്, ആര് സ്റ്റാർട്ട് ചെയ്തു എന്നല്ല, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കൈറോയിലാണോ, ബൈറൂത്തിലാണോ, ആസ്ഥാനയിലാണോ, പാരീസിലാണോ? ഓക്കെ, 1838 ജനിച്ചു. 1897 മരണപ്പെട്ട ഒരു വ്യക്തിയാണ്, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. ഇദ്ദേഹത്തിന്റെ റിസാലകളിൽ അധികം ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാഹുദ്ദീനും സിയാസയാണ്, അതായത് മതപരമായിട്ടുള്ളതും പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ഇസ്ലാഹിയത്തുകളാണ് ഇദ്ദേഹത്തിന്റെ റിസാലകളിലെ ആകെ കാതൽ എന്ന് പറയാം. മുമ്പ് PSC പരീക്ഷയ്ക്ക് ഇദ്ദേഹത്തിന്റെ റിസാലകളിലുള്ള എന്താണ് പ്രധാന വിഷയം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ലാഹുദ്ദീനും അതേപോലെ തന്നെ ഇസ്ലാഹു സിയാസയുമാണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കാം. ഇദ്ദേഹം ജനിക്കുന്നത് അസ്ദാദ് എന്ന് പറയുന്ന പ്രദേശത്താണ്. അഫ്ഗാനിസ്ഥാനിലെ അസ്ദാദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മരണപ്പെടുന്നത് ആസ്ഥാനയിലാണ്. ഇദ്ദേഹം മരിക്കുന്നത് ആസ്ഥയിലാണ്. പക്ഷെ ഇദ്ദേഹം ഉർവത്തുൽ ഉസ്ക എന്ന് പറയുന്ന പത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? പാരീസിലാണ്. ഇഖ്തർഷാദ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക, അതായത് കൂട്ടത്തിൽ പെടാത്ത തിരഞ്ഞെടുക്കുക. എന്താണ്? ജമാലുദ്ദീൻ അഫ്ഗാനി ജനിച്ചത് എവിടെയാ? അസ്ദാദ്. അലിഫ് സീന് ദാല് അസ്ദാദ്. ദെൻ ഇഖ്തർഷാദ്, ഓട് വൺ ഔട്ട്. ഇസ്ലാമു വൻ നസ്റാനിയ, ഷർഹു നഹ്ജുൽ ബലാഗ, മുഷ്കിലാത്തുൽ ഖുർആൻ, മഖാമാത്തുൽ ബദിയ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് മുഷ്കിലാത്തുൽ ഖുർആൻ. മുഷ്കിലാത്തുൽ ഖുർആൻ ആരുടെയാണ്? അൻവർ ഷാ കശ്മീരി. അൻവർ ഷാ കശ്മീരിയുടെയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളത് ആരുടേതായിരിക്കും? റിസാലത്ത് തൗഹീദ്. തൗഹീദ് എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? റിസാലത്ത് തൗഹീദ്
തൗഹീദാരുടെയാണ്? അത് മുഹമ്മദ് അബ്ദയുടെയാണ്. ഷറഹു നഹ്ജുൽ ബലാ അതാരുടെയാണ്? ഷറഹു നഹ്ജുൽ ബലാഗയും മുഹമ്മദ് അബ്ദയുടെ തന്നെയാണ്. പ്രധാന പുസ്തകങ്ങളാണ് റിസാലത്ത് തൗഹീദ്, അൽ ഇസ്ലാമു വൻ നസ്റാനിയ മഅൽ ഇൽമി വൽ മദീന, ഷറഹു നഹ്ജുൽ ബലാ, ഷറഹു മഖാമാത്തുൽ ബദീ, അൽ കിതാബു വൽ കലം. ഇതൊക്കെ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. ഇനി സയ്യിദ് കുത്തുബിന്റെ എന്താണ് തഫ്സീറിന്റെ പേരെന്താണ്? അൻ-നവാദിർ അൽ കാമിൽ അൽ ഇഹ്കാം ഫി ദിലാൽ ഖുർആൻ. ഏതാണ്? ഫി ദിലാൽ ഖുർആൻ, സയ്യിദ് കുത്തുബ്. അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ്. ലഹു ഇജാസുൽ ഖുർആൻ, അദ്ദേഹത്തിന് ഇജാസുൽ ഖുർആന്റെ ഒരു പുസ്തകമുണ്ട്. അബുൽ ഹസൻ അലി നദവി ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അൻജഹു കാത്തിബു ഫിൽ ഖിസ്സത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക കഥകളിലെ വളരെ എന്താണ് വിജയിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് സയ്യിദ് കുത്തുബ് എന്നുള്ളത്. ലൈസ ഫിൽ ഹിന്ദ്, അതെ, ഇദ്ദേഹം അബുൽ ഹസൻ നദവിയെ കുറിച്ച് സയ്യിദ് കുത്തുബ് പറയണം. അതായത് സയ്യിദ് കുത്തുബ് ഒരിക്കൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അബുൽ ഹസൻ അലി നദവിയെ കണ്ടുമുട്ടി. ആ സമയത്ത് ഇദ്ദേഹം അബുൽ ഹസൻ അലി നദവിയെ കുറിച്ച് പറയാണ്, അഞ്ചബ് കാത്തിബുൽ ഖിസ്സത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക കഥകളെ കുറിച്ച് എഴുതുന്നതിൽ ഏറ്റവും വിജയിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അബുൽ ഹസൻ അലി നദവി എന്നുള്ള വ്യക്തി. ലൈസ ഫിൽ ഹിന്ദി, അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല, ബൽ ഫിൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തനായ ഏറ്റവും വിജയിച്ചിട്ടുള്ള ഇസ്ലാമിക ചരിത്രങ്ങൾ എഴുതുന്നതിൽ വിജയിച്ചിട്ടുള്ള ഒരു കഥകൾ രചിച്ചതിൽ ഏറ്റവും വിജയിച്ചിട്ടുള്ള ആരാണ്? അത് അബുൽ ഹസൻ അലി നദവി ആണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സയ്യിദ് കുതുബ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രധാന പുസ്തകങ്ങളാണ് മആലിമു ഫി ത്വരീഖ്, നഖ്ദുൽ അദബി വഉസൂലുഹു വ മനാഹിജുഹു, റഅസുമാലിയ. ഈ റഅസുമാലിയ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? റഅസുമാലിയയുടെ കറക്റ്റ് ഇംഗ്ലീഷ് വാക്ക് എന്താണെന്നറിയോ? റഅസുമാലിയ യെസ്, ക്യാപിറ്റലിസം എന്ന് പറയും. ക്യാപിറ്റലിസം, ക്യാപിറ്റൽ അല്ല, ക്യാപിറ്റലിസം. പിന്നെ എന്താണ്? മആരിക്കുൻ അദബിയ, തിഫ്ലുൻ മിനൽ ഖരിയ, ജാഹിലിയത്തുൽ ഖർനുൽ ഇശ്രീൻ. ഓക്കെ, ഈ ജാഹിലിയത്തുൽ ഖർനുൽ ഇശ്രീനൊക്കെ നെറ്റിന് ഒരുപാട് വട്ടം ചോദിച്ചൊരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. ഇനി തഫ്സീറുൽ ബയാനുൽ ഖുർആനുൽ കരീം, ഇത് ആരുടെ പുസ്തകമാണ്? അബൂ ഹയ്യാൻ തൗഹീദിയുടെയാണോ? ഫഖ്റുദ്ദീൻ റാസിയുടെയാണോ? റഷീദ് ബില്ലയുടെയാണോ? ആയിഷ ബിന്തു ഷാത്തിയുടെയാണോ? ഇതൊന്നും അറിയാത്ത PSC പഠിതാവ് ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ? ആയിഷ ബിന്തു ഷാത്തിയുടെയാണ് തഫ്സീറുൽ ബയാനുൽ ഖുർആനുൽ കരീം എന്നുള്ളത്. ആയിഷ അബ്ദുറഹ്മാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്താറത്ത് ബിസ്മിഹ അൽ മുസ്തആറു നത്ലഖ അലൈഹ ബിന്തു ഷാത്തി, പക്ഷേ അറിയപ്പെടുന്നത് ബിന്തു ഷാത്തി എന്ന പേരിലാണ്. ഒരു ഈജിപ്ഷ്യൻ നോവലിസ്റ്റ് ആണ്. അവൽ ഇംറാഅത്തുൻ തുഹാദിറു ഫി ജാമിഅത്തുൽ അസ്ഹർ ബിൽ ഖാഹിറ, കൈറയിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഭാഷണം നടത്തുന്ന ഒരു ഈജിപ്ഷ്യൻ വനിതയാണ്. ആദ്യത്തെ അറബി വനിതയാണ് ആര്? ആയിഷ അബ്ദുർ റഹ്മാൻ എന്നുള്ള വ്യക്തി. ഇനി അൽ മനാർ എന്ന് പറയുന്നത് ആരുടെ ഗ്രന്ഥമാണ്? ഹുസൈൻ, ജലാലുദ്ദീൻ അൽ മഹല്ലി, റഷീദുർ റിള, സയ്യിദ് കുത്തുബ്. ഇത് കുറെ പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള. സത്യം പറഞ്ഞാൽ റഷീദ് റിളയുടെയാണ് തഫ്സീർ അൽ മനാർ എന്നുള്ളത്. തഫ്സീർ അൽ മനാർ എന്നുള്ളത് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പിന്നീട് പറയും. പിന്നെ തഫാസിർ അല്ലദി ഉല്ലിഫത്ത് ഫിൽ അസ്റുൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള തഫ്സീർ ഏതാണ്? തഫ്സീറുൽ മനാഹർ ആണോ? റൂഹുൽ മആനി ആണോ? ഫത്ഹുൽ ഖദീർ ആണോ? ദറുറുൽ മൻസൂർ ആണോ? ഓക്കെ, തഫ്സീറുൽ മനാറാണ്. ഈ റൂഹുൽ മആനി എന്നുള്ളത് അബുസന അൽ ആലൂസിയുടെയാണ്. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ അബുസന അൽ ആലൂസിയുടെ റൂഹുൽ മആനി ആരുടേതാണ്? അതുപോലെ ഇമാം ഷൗക്കാനിയുടെ ഫത്ഹുൽ ഖദീർ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ ജലാലുദ്ദീൻ സുയൂത്തി ഇമാമിന്റെ അദ്ദുററുൽ മൻസൂർ, ഇതൊക്കെ പ്രധാനപ്പെട്ട തഫ്സീറുകളാണ്. ഈ പേരൊക്കെ മറക്കരുതേ. എനിക്കൊന്നും ജലാലുദ്ദീൻ സുയൂത്തിന്റെ ദുററുൽ മൻസൂർ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. നിങ്ങൾ അതുകൂടി എന്ത് ചെയ്യുക? ഓർത്ത് പഠിച്ചു പോവുക. അൽ മനാർ കിതാബുൻ അല്ലഫ ഫി ഫന്നി, ഏത് ഫന്നിലാണ് അത് രചിക്കുന്നത്? ബലാഗയിലാണോ? നഹ്വിലാണോ? തഫ്സീറിലാണോ? നഖ്ദുൽ അദബിയിലാണോ? തഫ്സീറിലാണ്.
അൽ മുൻജിദ്, ആരുടെയാണ് മുൻജിദ്? ഒരു എന്താണ് മുഅ്ജമാണ്, ഡിക്ഷണറി ആണ് എന്ത് മുൻജിദ് എന്ന് പറയുന്നത്. അത് ആരുടേതാണ്? മുനീറുൽ ബഅൽബക്കിയുടെയാണോ, റൂഹ് അൽ ബഅൽബക്കിയുടെയാണോ, ലുവൈസ് മഅരൂഫ് എന്ന് പറയുന്ന ഒരു അച്ഛന്റെയാണോ, ഷഫീഖ് മഅരൂഫിന്റെ ആണോ? ഓക്കെ, ഒരു എന്താണ് ഒരു യഹൂദി പണ്ഡിതനും അതേപോലെ തന്നെ എന്താണ് ലബനാൻ യഹൂദി പണ്ഡിതനാണ് ആര് ഈ പറയുന്ന ലുവൈസ് മഅരൂഫ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, പിന്നെ അദ്ദേഹം ലുവൈസ് ബിൻ നഖൂല ലാഹിർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം. ലബനാനിലെ സഹിലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്, ബൈറൂത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇതിന്റെ പ്രധാന പുസ്തകമാണ് അൽ മുൻജിദു ഫിൽ ലുഗത്തി വൽ ഇഅ്ലാം എന്നുള്ളത്. അൽ മുൻജിദു കാമൂസ് മുൻജിദ് ഫിൽ ലുഗ വൽ ഇഅ്ലാം എന്നുള്ളത്. ഓക്കെ, കിതാബുൻ മിസ്രിയുൻ വഉദിഫ ബി ഉസ്താദുൽ ജീൽ. ഉസ്താദുൽ ജീൽ എന്നറിയപ്പെടുന്നത് ആരാണ്? യഖൂബ് സറൂഫ്. അവിടെ യാ ഉണ്ട് കേട്ടോ, യഖൂബ് സറൂഫ് എന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദ ജമാലുദ്ദീൻ അൽ അഫ്ഗാനി അഹമ്മദ് ലുത്ഫി അസയ്യദ്. യഖൂബ് സറൂഫ് അല്ലേ, യഖൂബ് സറൂഫ് എന്നാണ് ഇവിടെ, അങ്ങനെ വായിക്കണേ. ശരി, അപ്പൊ നിങ്ങൾ ആരും പറയാൻ സാധ്യതയുടെ അഹമ്മദ് ലുത്ഫി സയ്യിദാണ്. അപ്പം അഹമ്മദ് ലുത്ഫി സയ്യിദ് അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ അറിയപ്പെടാറുള്ളത് റായിദു ഹർക്കത്ത് തൻവീർ എന്ന് പറയും. റായിദു ഹർക്കത്ത് നെഹ്ലാവ തൻവീർ ഫി മിസ്ർ, അതായത് നവോത്ഥാനത്തിന്റെ മറ്റൊരു പേരാണ്. തനൂർ എന്ന് പറയല്ലേ, നൂറ് പ്രകാശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹത്തെ പറ്റി അക്കാദ് വിശേഷിപ്പിക്കുന്നുണ്ട് അഫ്ലാത്തൂനുൽ അദബുൽ അറബി എന്ന് പറയുന്നുണ്ട്. ബി അന്നഹു ഹക്കുൻ അഫ്ലാത്തൂനുൽ അദബുൽ അറബി, അറബി സാഹിത്യത്തിലെ പ്ലേറ്റോയാണ് ആര്? അഹമ്മദ് ലുത്ഫി സയ്യിദ് എന്ന് ആര് വിശേഷിപ്പിച്ചിട്ടുണ്ട്? അബ്ബാസ് മഹമൂദ് അൽ അക്കാദ് അഹമ്മദ് ലുത്ഫി സയ്യിദിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ അഹമ്മദ് ലുത്ഫി സയ്യിദിനെ കുറിച്ച് അക്കാദ് പറഞ്ഞത്? അദ്ദേഹമാണ് അറബി സാഹിത്യത്തിലെ എന്തെന്ന് പ്ലേറ്റോ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മറ്റു ലഖബുകളാണ് ഉസ്താദുൽ ജീൽ എന്നും പറയാറുണ്ട്, അബുൽ ലിബറാലിയത്തി അൽ മിസ്ലിയ, ലിബറാലിയത്തുൽ മിസ്ലിയ, അതായത് ഈജിപ്ഷ്യൻ ലിബറലിസത്തിന്റെ പിതാവെന്നും അതേപോലെ തന്നെ ഉസ്താദുൽ ജീൽ എന്നും ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാന മറ്റു പുസ്തകങ്ങളാണ് സുഫഹാത്തുൽ മത്തവിയ മിൻ താരിഖിൽ ഹർക്കത്തുൽ ഇസ്തിഖ്ലാലിയ, അത്തഅമ്മുലാത്ത് അൽ മുൻതഖിബാത്ത്, തഅമ്മുലാത്തു ഫിൽ ഫൽസഫ വൽ അദബി വസിയാസ വൽ ഇജ്തിമാ. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അദ്ദേഹം ഇനി ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം ജനിക്കുന്ന 1889 മരണപ്പെടുന്ന 1968. അദ്ദേഹത്തെ പ്രധാനമായിട്ട് ചരിത്രത്തിൽ ഒരു പുസ്തകമാണ് ഇബ്രാഹിം നാജി, ബത്രസുൽ ബുസ്താനി, ഉസ്താദ് അലി തൊന്താവി, ദക്തൂർ അഹമ്മദ് ഹസൻ സിയാദ്. ഓക്കെ, ഇപ്പം 1889 കഫർ ദമീറ എന്ന് പറയുന്ന, കഫർ ഷീമ അല്ല, കഫർ ദമീറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത് ആര്? അഹമ്മദ് ലുത്ഫി, നമ്മുടെ അഹമ്മദ് ഹസൻ സിയാദ്. ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. അൽ റിസാല മജല്ല സാഹിബഹ. ആരാണ് റിസാല എന്ന് പറയുന്ന മജല്ല പബ്ലിഷ് ചെയ്യുന്നത്? ഓക്കെ, ആരാണ്? അഹമ്മദ് ഹസൻ സയ്യാദാണ്. ഇദ്ദേഹം ജനിച്ചത് ഈജിപ്ഷ്യൻ ആണെങ്കിലും ഇതിന് സിറിയൻ പൗരത്വം കിട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ അഹമ്മദ് ഹസൻ സയ്യാദ്. നെറ്റ് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രധാന പുസ്തകമാണ് താരിഖുൽ അദബുൽ അറബി എന്നുള്ളത്. ഓക്കെ, താരിഖുൽ അദബുൽ അറബി ലിൽ മദാരിസ് സാനവിയത്തുൽ ഉലിയ എന്നാണ് പൂർണ്ണ നാമ പുസ്തകത്തിന്റെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു വ്യക്തിയാണ് ഷെയ്ഖ് അലി തൊന്താവി, കാത്തിബുൽ ഇസ്ലാമി, മഷ്ഹൂർ, പ്രശസ്തനായിട്ടുള്ള ഒരു ഇസ്ലാമിക എഴുത്തുകാരനാണ്. അദ്ദേഹം ഏത് പ്രദേശക്കാരനാണ്? സൗദിക്കാരനാണോ, കുവൈറ്റി പണ്ഡിതനാണോ, സിറിയക്കാരനാണോ, മൊറോക്കക്കാരനാണോ? അലി തൊന്താവി. I think we will already discuss this. അല്ലെ, നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ അലി തൊന്താവിയെ പറ്റി പറഞ്ഞിരുന്നു. അലി തൊന്താവി സംതിങ്.
ഓക്കെ, നമുക്ക് നോക്കാം. ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ്, ഈ സിറിയക്കാരനായിട്ടുള്ള അലി തൊന്താവി. ഇദ്ദേഹം ദമാസ്കസിലാണ് ജനിക്കുന്നത്, ജിദ്ദയിലാണ് മരിക്കുന്നത്. ഇനി മിൻ മുഅല്ലഫി റിജാലു മിന താരീഖ്, റിജാലു മിന താരീഖ് എന്നുള്ള ആരുടെ പുസ്തകമാണ്. ഈ അലി തൊന്താവി അയ്യാമിന്റെ എന്താണ് ഇദാറത്ത് ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അലി തൊന്താവി. അതേപോലെ തന്നെ 1990 ഇദ്ദേഹത്തിന് എന്താണ് മലിക് ഫൈസൽ അവാർഡ് കിട്ടുന്നുണ്ട് ഇദ്ദേഹത്തിന്. ഇനി ഇദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് റിജാലു മിന താരീഖ്, ഫീ സബീലിൽ ഇസ്ലാഹ്, ഖിസസു മിന താരീഖ്, അഅ്ലാമു താരീഖ്, ഫീ സബീലിൽ ഇസ്ലാഹ്, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ആർക്കുണ്ട് ഈ പറയുന്ന അലി തന്താവിക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഖിസസു മിന താരീഖ്. ഓക്കെ, ഇനി അടുത്തത് മൻ ഹുവല്ലദി ഖാമ ബിതഅരീബി മൽഹമതു ഇല്യാദ അൽ-ഗരീഖിയത്തി ലി ഹോമറസ്. ഹോമറസിന്റെ ഇല്യഡ് എന്ന് പറയുന്ന ഒരു മൽഹമ ശൈലിയുണ്ട്. അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ആരാണ്? സലീം ബുസ്താനിയാണോ, നാസിഫ് അൽ യാസിദിയാണോ, അദീബ് ഇസ്ഹാഖ് ആണോ, ഉസ്മാൻ ജല്ലാലാണ്? ഹോമറസിന്റെ ഇല്യഡ് അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ആരാണ്? ആരാണ്? സലീം അൽ ബുസ്താനിയാണ്. മറ്റേ ആരാണ്? സുലൈമാൻ അൽ ബുസ്താനിയാണ്. ഇനി അടുത്തത് മുതർജിമു മഹാഭാരത വ രാമായണം. രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നവരാണ്. അതാരാണ്? അത് വദിയ ബുസ്താനിയാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് റുബായിയത്ത് ഉമർ ഖയ്യാം എന്നും പറയും. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ്, ഈ വദിയ ബുസ്താനിയുടെ മറ്റൊരു പുസ്തകമാണ് റുബായിയത്ത് ഉമർ ഖയ്യാം. ഈ വദിയ ബുസ്താനി, ബത്റുൽ ബുസ്താനി, ഫുആദ് ബുസ്താനി, സലീം ബുസ്താനി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇനി അടുത്തത് മജ്മഉൽ ബഹറൈൻ കിതാബുൻ അറബിയൻ കതബ ഫി ശക്ലി മക്കാമ. മജ്മഉൽ ബഹറൈൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയാം, അടുത്ത ചോദ്യം വരുന്നുണ്ട്, അതുകൊണ്ടാ പറയണം. അത് ആരെഴുതിയതാണ്? യെസ്, ആരെന്നെയാണ്? നാസിഫുൽ യാസിദിയാണ്. ഇതിന്റെ അകത്ത് മുഹമ്മദ് ഹാഫിദ് ഇബ്രാഹിം, മുഹമ്മദ് അൽ മുവൈലിഹിം, അഹമ്മദ് ഫാരിസ് ഷദിയാക്കൊക്കെ വരാൻ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? ഇവരെല്ലാവരും ആധുനിക കാലഘട്ടത്തിൽ മക്കാ മരിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, ഈ അടുത്തൊരു ചോദ്യം, മൻഹുവ ലുഗവി അൽ അറബി സാഹിബ മജല്ലത്തി അൽ ബയാൻ വൽ ദിയ. ബയാൻ വൽ ദിയ എന്നുള്ള മജല്ലയുടെ ഓതർ ആരാണ്? ആരാണ്? അതും നാസിഫുൽ യാസീദിയാണ്. ഈ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ മജ്മഉൽ ബഹറൈനി എന്ന് പറയാൻ കാരണം എന്താണ്? എന്താണ് ബഹറൈനി എന്ന് വെച്ചാൽ? യെസ്, നളമു വൻ നസർ എന്നുള്ളതാണ്. പദ്യവും ഗദ്യവും എന്ന അർത്ഥത്തിലാണ്. ഇനി ഹദീസ് ഈസ ബിൻ ഹിഷാം എന്നുള്ള എന്താണ്? നമുക്കറിയാം എന്താണ്? മഖാമയാണ് അല്ലെ? മഖാമത്തുൻ ഹദീസയാണ് എന്ത്? ഹദീസ് ഈസ ബിൻ ഹിഷാം. ഇനി അടുത്തത് അസാഖുൻ അലാ സാഖ്. ഇത് ഒരു മഖാമയാണ്. ആരാണ് രചിക്കുന്നത്? ഒന്ന് മനസ്സിലായോ? ആരുടേതാണ്? അഹ്മദ് ഫാരിസ് ഷദിയാക്ക്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് അറിയാം? അഹമ്മദ് ഫാരിസ് ഷദിയാക്ക് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ അഹമ്മദ് ഫാരിസ് ഷദിയാക്കാണെന്ന് പറഞ്ഞില്ലേ? ഈ അഹമ്മദ് ഫാരിസ് ഷദിയാക്ക് ഏത് രാജ്യക്കാരനാണെന്ന് അറിയോ? ലബനാനാണോ? ലബനാനാണോ?
ആണോ? ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ, ഇങ്ങോട്ട് വെച്ചാൽ. യെസ്, ലബനോണിലാണ് അദ്ദേഹം ജനിക്കുന്നത്, ബൈറൂത്തിലാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പത്രമാണ് എന്ത്, അൽ ജവായിബ് എന്ന് പറയും. അൽ ജവായിബ് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. ജവായിബ് എന്നുള്ള ഒരു പത്രമുണ്ട്. ഇനി തജാരിബി മഅൽ ഹഖീഖ മഹാത്മാഗാന്ധി, ഇത് ആരുടെ പുസ്തകമാണ്? ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് എന്തെന്നറിയോ? അൽ വിസാത്തത്തു ഫി മഅരിഫത്തി അഹ്വാലി മാൾട്ട എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? മുനീർ അൽ ബഅൽബക്കിയുടെയാണ് തജാരിബി മഅൽ ഹഖീഖ എന്നുള്ളത്. ആരുടെയാണ്? മുനീറുൽ ബഅൽബക്കിയുടെയാണ്. അപ്പോ ആരാണ് ഈ മുനീർ ബഅൽബക്കി? അറിയോ നിങ്ങൾക്ക്? ലബ്നോൺ സാഹിത്യകാരനാണ് ആര്? ഈ മുനീർ അൽ ബഅൽബക്കി എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ. ആരാണ് അദ്ദേഹം? ഏത് രാജ്യക്കാരനാണ് നമ്മൾ പറഞ്ഞത്? ഓക്കെ, മുനീർ ബഅൽബക്കി ലബനാൻ 1918 ജനിക്കുന്നു, 99 മരിക്കുന്നു. ലബനാനിലാണ് ജനിക്കുന്നതും മരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു ഡിക്ഷണറി ഉണ്ട്. അദ്ദേഹം അറബിയിലും ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരനും കൂടി എഴുതിയുള്ള ഒരു പുസ്തകമാണ്. മൗരിദ് എന്ന് പറഞ്ഞ ഡിക്ഷണറി നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? മൗരിദ്, കാമൂസ് അൽ മൗരിദ് കണ്ടിട്ടുണ്ടോ? മുബരിദ്, മൗരിദ് എന്നൊക്കെ നമുക്ക് പറയാം. ഇംഗ്ലീഷും അറബി ഡിക്ഷണറിയാണ്. എന്റെ അടുത്തുണ്ട് കേട്ടോ മൗരിദ്, മുവരിദ്. ഓക്കെ, അപ്പോ അത് ഉപയോഗിക്കുന്ന ആരാണ്? അത് എഴുതിയിട്ടുള്ള ആരാണ്? ഈ പറയുന്ന മുനീർ ബഅൽബക്കിയാണ്. ഇനി അടുത്തത് അൽ ഇസ്ലാമു വൽ മനാഹിജുൽ ഇസ്തിറാഖിയ, അതുപോലെ തന്നെ അഖീദത്തുൽ മുസ്ലിം. ഇതൊക്കെ ആരുടെ ഗ്രന്ഥങ്ങളാണ്? ഓക്കെ, ആരാണ്? മുഹമ്മദ് അൽ ഖസാലിയാണ്. ആരാണ്? മുഹമ്മദ് അൽ ഖസാലിയാണ്. ഇങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മുഹമ്മദ് അൽ ഖസാലിയെ പറ്റി? 1917 ഈജിപ്തിൽ ജനിക്കുകയും 1996 മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജനിക്കുന്നത് ഈജിപ്തിലാണെങ്കിലും മരിക്കുന്നത് അദ്ദേഹം റിയാദിലാണ്. ഓക്കെ, ഹിസ്ബുൽ വത്തനി ഫി മിസ്ർ, ഈജിപ്തിലെ എന്താണ് ഹിസ്ബുൽ വത്തനിയുടെ ഫൗണ്ടർ ആരാണ്? നമുക്ക് ഈ ഒരു ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അവസാനത്തെ ചോദ്യമാണ്. ഓക്കെ, ആരാണ്? മുസ്തഫ കാമിലാണ്. ഹിസ്ബുൽ വത്തനിയുടെ ഫൗണ്ടർ ആരാണ്? മുസ്തഫ കാമിലാണ്. അദ്ദേഹം ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്ത് ഈ പറയുന്ന മുസ്തഫ കാമിൽ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോ ഒരു ക്ലാസ് നടക്കുന്നത് കൊണ്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ലേഖായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവേണ്ടി വന്നു, കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയേണ്ടി വന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ, ഇപ്പൊ തന്നെ പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് റെക്കോർഡ് ഓഫ് ആക്കാണ്, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാട്ടോ.